വോട്ടെടുപ്പിന് പിറ്റേന്ന് തുടങ്ങിയതാണ് PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും പ്രതികരണം. ഇന്നലെ സഭയ്ക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ വിവാദങ്ങൾ ഇന്ന് അതിന് ദീപിക പത്രം മറുപടി നൽകി. അതിനിടെ ഇന്ന് പാലാ രൂപതയിലെത്തി ബിഷപ്പിനെ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ PC ജോർജ്. അത് ഒരു രാഷ്ട്രീയ സന്ദർശനം അല്ലെന്നാണ് PC വിശദീകരിക്കുന്നത്. സഭയുമായി തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും PC ജോർജ് പറഞ്ഞു. ഇനി ദീപിക ദിനപത്രത്തിൽ കവലച്ചട്ടമ്പി എന്ന തരത്തിലുള്ള പരാമർശത്തിന് PC ജോർജ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. ഇന്ന് PC ജോർജ് പാലാ ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം നടത്തിയ പ്രതികരണം കേൾക്കാം. ദീപിക എന്നെ ആരും ഫാരിസ് സൗക്കറിന്റെ പത്രം അതിന്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. സംശയമുണ്ടോ? അത് അങ്ങനെ 2-3 ഉള്ള നീ ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടു 2-3 ഉള്ളൂ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നു. അത് പാരിസ് സൗക്കറാണല്ലോ. പാരിസ് സൗക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുന്നതാണ്. വേറെ ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ് ഷോൺ പറഞ്ഞത്. പാരിസ് സൗക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാമല്ലോ. ഷിനോജ് ST വിവരങ്ങളുമായി. ഷിനോജ്, സഭയെ പറ്റിയുള്ള നിലപാടിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടല്ലോ. സഭ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? അതിന്റെ ആവശ്യമില്ല എന്നതാണ് തനിക്ക് പ്രശ്നം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനോടാണ് ദീപികയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള മറുപടി. അങ്ങനെ ഇന്നും PC-യുടെ പ്രസ് മീറ്റ് സംഭവബഹുലമാണല്ലോ. ശ്രീജ, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ വിശദീകരണമായി PC ജോർജ് എത്തുന്നുണ്ട്. കാരണം ഇന്നലെ സഭയ്ക്ക് ഒന്നടങ്കം താൻ സഭയ്ക്കെതിരാണെന്ന തരത്തിൽ ചില വാർത്തകൾ വന്നു. പക്ഷെ അങ്ങനെയല്ല, കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനാണ് എതിരെയാണ് തനിക്ക് പ്രശ്നമുള്ളത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുൻപ് മഠങ്ങളിലൊക്കെ തന്നെ വിളിച്ച് ഇത്തവണ UDF-നെ വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയത്. അതിനാൽ തന്നെ നിഷ്പക്ഷമായി നിൽക്കേണ്ട കാഞ്ഞിരപ്പള്ളി ബിഷപ്പും അത്തരത്തിൽ സഭാ നേതൃത്വവും UDF-ന് അനുകൂലമായി പ്രവർത്തിച്ചു. അതിനാലാണ് തനിക്ക് ഇത്തരത്തിലൊരു വേദന ചൊടിപ്പ് ഒക്കെ ഉണ്ടായത് എന്നൊരു കാര്യമാണ്, വിശദീകരണമാണ് PC ജോർജ് നടത്തിയത്. അല്ലാതെ സഭയ്ക്കെതിരെ താൻ ഒന്നും തന്നെ പറയുന്നില്ല എന്നൊരു വിശദീകരണം കൂടി PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദീപിക ഇന്ന് രാവിലെ മുഖപ്രസംഗം നമ്മൾ കണ്ടതാണ്. കവലച്ചട്ടമ്പി എന്നാണ് PC ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ തന്നെ വിശേഷിപ്പിച്ചത്. അതിനെതിരെ ഒരു രൂക്ഷമായ ഭാഷയിൽ തന്നെ PC ജോർജിന്റെ ഭാഷയിൽ തന്നെ തിരിച്ചൊരു പ്രതികരണം വരികയാണ്. ഇത്തരത്തിൽ കവലച്ചട്ടമ്പി എന്ന് പറയുന്നത് ഫാരിസ് അബൂബക്കറിന്റെ ബാപ്പയാണ് എന്നൊരു പ്രതികരണമാണ് PC ജോർജ് നിലവിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ തരത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തന്നെ പൂഞ്ഞാറിൽ ഉൾപ്പെടെ ക്രൈസ്തവ വോട്ടുകൾ കഴിഞ്ഞ തവണയും അതിന് മുൻപിലത്തെ തവണയും ഒക്കെ തന്നെ PC ജോർജിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ട ക്രൈസ്തവ വോട്ടുകളിൽ ഒരു തരത്തിൽ നല്ലൊരു ശതമാനം തന്നെ ഇത്തവണ തനിക്ക് അനുകൂലമായി ലഭിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ PC ജോർജിന് ഉണ്ട്, BJPക്ക് ഉണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ദീപികയ്ക്കെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി PC ജോർജ് ഇന്നലെ രംഗത്ത് എത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ദീപിക തന്നെ മുഖപ്രസംഗം എഴുതി PC ജോർജിനെ കവലച്ചട്ടമ്പി എന്നും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ പോയത്. എന്തായാലും FCRയുമായി ബന്ധപ്പെട്ട് ഇന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും അല്പസമയം മുൻപാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പാലാ അരമനയിൽ PC ജോർജ് എത്തിയത്. അതൊരു കേവല സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു. ഇവിടുത്തെ മുൻ ബിഷപ്പിന്റെ ഒരു ജന്മദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങിന് വേണ്ടിയാണ് PC ജോർജ് എത്തിയത്. അതിൽ വേറെ രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല എന്നാണ് PC ജോർജ് ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിൽ പാലാ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ക്രൈസ്തവ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വലിയ നിർണായകമായ നീക്കങ്ങൾ ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നീക്കങ്ങൾ വിവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജ, ഷിനോജ്, വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണല്ലേ PC ജോർജ്? PC ജോർജും ഷോണും എന്തായാലും നിയമസഭയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കോട്ടയത്തെ മാധ്യമപ്രവർത്തകർക്ക് കേക്കും സമൂസയും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ. PC ജോർജാണ് നിലവിലിപ്പോൾ കേക്കും സമൂസയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അല്പം കൂടി വേണമെങ്കിൽ സംസാരിച്ചാൽ ബിരിയാണിയൊക്കെ PC ജോർജ് വേണമെങ്കിൽ ഓഫർ ചെയ്യാം. കാരണം PC ജോർജിന്റെ സംസാരവും പ്രയോഗങ്ങളും ഒക്കെ തന്നെ അങ്ങനെ അത്തരത്തിലാണ്. എന്തായാലും ജയിക്കുമെന്ന് ഭയങ്കര ആത്മവിശ്വാസത്തിൽ തന്നെയാണ് PC ജോർജ് ഇപ്പോഴും ഉള്ളത്. കാരണം അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ കാര്യമായി വികസന പ്രവർത്തനങ്ങൾ തന്നെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളാണ്. അതിനാൽ തന്നെ മണ്ഡലത്തിനകത്തു നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ PC ജോർജിനെ അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ചേർന്ന് ജയിപ്പിക്കും. തൻ്റെ ഏറ്റവും വലിയ കുടുംബം എന്ന് പറയുന്നത് പൂഞ്ഞാറാണ് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ തന്നെ PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത്തവണ ചരിത്രത്തിലാദ്യമായി ഒരു അപ്പനും മകനും കേരള നിയമസഭയിൽ ഉണ്ടാകും എന്നാണ് PC പറഞ്ഞു വെക്കുന്നത്. പാലായിൽ നിന്ന് ഷോൺ ജോർജ് വിജയിക്കും, പൂഞ്ഞാറിൽ നിന്ന് PC ജോർജ് വിജയിക്കും. എന്തായാലും മെയ് 4-ാം തീയതി പൂഞ്ഞാറിൽ എത്തിയാൽ എല്ലാവർക്കും കേക്കും സമൂസയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നാൽ ആഘോഷത്തോടുകൂടി കഴിച്ചിട്ട് മടങ്ങാം എന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ PC ജോർജ് പറയുന്നുണ്ട്. എന്തായാലും വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. PC ജോർജിന് കേക്ക് ഓർഡർ ചെയ്യണമോ സമൂസ ഓർഡർ ചെയ്യണമോ എന്നൊക്കെ തന്നെ ജനം തീരുമാനിച്ചു കഴിഞ്ഞു. അത് 4-ാം തീയതി അറിയാം എന്ന് മാത്രമേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ. നമുക്ക് 4-ാം തീയതി വരെ കാത്തിരുന്നാൽ അത് കേക്കാണോ സമൂസയാണോ ഇതൊന്നും കിട്ടില്ല എന്ന് അറിയാൻ പറ്റും.